അഞ്ജന ചേച്ചിയും തുടങ്ങാം. യെസ്, എനിക്കൊന്ന് പാച്ചു അത്ഭുത വിളക്കിന് ശേഷം മെഗാസ്റ്റാറിന്റെ കൂടെ നായികയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു 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 ക്യാരക്ടറാണ് ഈ മൂവിയിൽ കിട്ടിയത് ടർബോ. അപ്പം മലയാളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് മെഗാസ്റ്റാറിന്റെ കൂടെ ഒരു നായിക വേഷം ഇതുവരെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. എന്നാലും മൂവിയുടെ നായിക മൂവിയുടെ നായിക മെഗാസ്റ്റാറിന്റെ കൂടെയാണ്, മെഗാസ്റ്റാറിന്റെ നായികയല്ല, മൂവിയിലെ നായിക. അപ്പൊ മൂവിയുടെ നായിക എന്താ പറയാനുള്ളത് ടർബോയെ പറ്റി? എന്താണ്, വളരെ സന്തോഷം. പാച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹംസധ്വനി കഴിഞ്ഞിട്ട് ഇതുപോലൊരു ഒരു വലിയ പ്രോജക്റ്റിലോട്ട് വിളിച്ചതിനും, ഇങ്ങനെ ഒരു ഇന്ദുലേഖ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്, അത് ചെയ്യാൻ പറ്റിയതിനും, ഒരു എന്താ പറയുക, ഒരു 2-3 പടത്തിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ ഒരു ഒറ്റ പടം കൊണ്ട് പരിചയപ്പെടാൻ പറ്റി. അതിൽ വളരെ സന്തോഷം, വെരി ഹാപ്പി. മലയാളം, തമിഴും തെലുങ്കും എല്ലാം ഒരു സൗത്ത് ഇന്ത്യൻ കൊളാബറേഷൻ ആയിരുന്നു ടർബോ. ഹിന്ദി പോലെ ഉണ്ട്, കന്നഡ പറഞ്ഞു. സൗത്ത് ഇന്ത്യൻ ഹിന്ദി ആർട്ടിസ്റ്റും ഉണ്ട്. കുറെ ആർട്ടിസ്റ്റുകളുടെ ഇതാണ് ആർട്ടിസ്റ്റ് ലിസ്റ്റ് എടുത്ത്. അതെ അതെ, ഒരുപാട് പേരുണ്ട്. അല്ല, ഈ ശബരീഷേട്ടനും രാജേട്ടനും ഒരുമിച്ച്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫ്രെയിമിൽ വരുന്നുണ്ടോ? സീൻസ് വരുന്നില്ല. അപ്പം സെറ്റിൽ ഒരു ഫ്രെയിമിൽ വരുന്നു ഇപ്പഴാ. അതെ, പ്രൊമോഷൻസ് പക്ഷേ ഇടയിൽ വേറെ ആണല്ലേ. ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾക്കും കോമ്പിനേഷൻ ഉണ്ട്, ഞങ്ങൾക്കും കോമ്പിനേഷൻ ഉണ്ട്. ഞങ്ങൾക്കുണ്ട്, പക്ഷെ ഞങ്ങൾക്കില്ല. നിങ്ങൾ തമ്മിലുണ്ടോ? ഇല്ല, ഷെട്ടിയായിട്ട് ആ കൂടെ No, കോമ്പിനേഷൻ. she's trying to decode the story. അത് ശരി. ഞങ്ങൾക്കും ഇവർക്കും ഒരു one scene ഉണ്ട്. Yeah, we have passing shot. Yeah. Now guess the story. അപ്പൊ നിങ്ങൾ തമ്മിലായിരുന്നു സീൻസ് വരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ രാജേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ്? വലിയ ശല്യായിരുന്നു. Correct, she's yeah. അതെന്താ അങ്ങനെ? ഈ ടോർച്ചറിങ് തന്നെ, ഓൺ സ്ക്രീനും ടോർച്ചർ, ഓഫ് സ്ക്രീനും ടോർച്ചർ, വഴിയായി. ചെയ്യ വയ്യ. ബാംഗ്ലൂരിൽ നിന്ന് രംഗണനെ വിളിക്കേണ്ടി വരുമോ? കൊട്ടേഷൻ രംഗണന അമ്പാനും നമ്മളെ ആൾക്കാരാട്ടോ. ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇതൊക്കെ. അല്ല, ഇനിയിപ്പോ ടർബോ ജോസ് വരുന്നുണ്ടല്ലോ.